പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോളിസിസിനെ കുറിച്ചാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക്കൽ പവർ യൂട്ടിലൈസേഷനെ കുറിച്ചാണ്. അതായത് ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം മറ്റൊരു ആപ്ലിക്കേഷനായിട്ടുള്ള ഇലക്ട്രിക് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വെൽഡിംഗ് ജനറേറ്ററിനെ കുറിച്ചും വെൽഡിംഗ് ട്രാൻസ്ഫോമറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു ആപ്ലിക്കേഷനായിട്ടുള്ള ഇലക്ട്രോലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോലിസിസ് എന്താണ്, ഇലക്ട്രോലിസിസിൻ്റെ 2 ലോസ് ഉണ്ട്, ആ ലോസ് എന്തൊക്കെയാണ്, അതുപോലെ ഇലക്ട്രോലിസിസിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോലിസിസിൻ്റെ ഡെഫിനിഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കൂ നിങ്ങൾ. 2 ഡെഫിനിഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രോലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി ഓർ സ്പോണ്ടേനിയസ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയറക്റ്റ് കറണ്ട് ഓർ ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രോലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ്, ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, ഓഫ് ഇൻഡ്യൂസിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനെ പുറപ്പെടുവിക്കുന്ന ഒരു പ്രോസസ്സാണത്. വിച്ച് ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി, അതായത് നാച്ചുറലായിട്ട് സ്വമേധയാ സംഭവിക്കാത്ത ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയറക്റ്റ് കറണ്ട് ഓർ ഇലക്ട്രിസിറ്റി, അതായത് ഡയറക്റ്റ് കറണ്ട് DC കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് നടക്കാത്ത ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ശരിക്കും എന്ത്, ഇലക്ട്രോളിസിസ്. അതായത് നാച്ചുറലായിട്ട് സംഭവിക്കാത്ത ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ കറണ്ട് കൊടുത്തുകൊണ്ട് സാധിപ്പിക്കുക, അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വേറെ ഡെഫിനേഷനും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് decomposition of electrolytic substance which is present in a liquid state when current passes through it. അതായത് ഒരു ലിക്വിഡിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോലിറ്റിക് സബ്സ്റ്റൻസിൽ ഡീകമ്പോസിഷൻ നടക്കുക. അതായത് ആ ലിക്വിഡിനകത്ത് അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുക, വേർതിരിയുക. അതിനാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയാം, വേർതിരിയുക. ഈ വേർതിരിയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോളിസിസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ പറഞ്ഞു നോക്കൂ. ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ് ടേക്ക് പ്ലേസ് ഇൻ എ സെൽ നോൺ ആസ് ഇലക്ട്രോലിറ്റിക് സെല്ല്. അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുക, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിലാണ് നടക്കുക. ഓക്കെ, ഇലക്ട്രോലിറ്റിക് സെല്ല് എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രിയിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്നാലും ഒരു ഷോർട്ടായിട്ട് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇവിടെ നോക്കൂ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഇലക്ട്രോളിസിസ് സെല്ല്. ഈ സെല്ലിനകത്ത് ഒരു ബീക്കർ ഉണ്ടാകും. കണ്ടോ, ബീക്കറിനകത്ത് ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ എന്നാണ് പറയുക. ഇതിൽ നിറച്ചിട്ടുള്ള ലിക്വിഡിനെ നമ്മൾ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ എന്നാണ് പറയുക. ഇതിലേക്ക് നമ്മൾ 2 മെറ്റൽസ് എന്ത് ചെയ്യും, ഇറക്കി വെക്കും, ഡിപ്പ് ചെയ്ത് വെക്കും ഈ സൊല്യൂഷനിൽ. ഒന്നിനെ നമ്മൾ കാഥോഡ് എന്നാണ് വിളിക്കുക, മറ്റേതിന് നമ്മൾ ആനോഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, കാഥോഡിലേക്ക് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആനോഡിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾ കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ ബാറ്ററിയിലൂടെ കറണ്ട് കൊടുക്കുമ്പം ആ കറണ്ട് ഇതിലൂടെ വന്ന് ഇതിലൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഇലക്ട്രോലിക് സൊല്യൂഷൻ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് സബ്സ്റ്റൻസ് ഈ കാഥോഡിന് ചുറ്റും ഇവിടെ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ?
ഈ കാഥോഡിന് ചുറ്റും ഇവിടെ അടിഞ്ഞുകൂടും. അതുപോലെ കുറച്ച് സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്യുന്ന കുറച്ച് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഇവിടെ ആനോഡിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അടിഞ്ഞുകൂടും, ഇവിടെ അടിഞ്ഞുകൂടും. ക്ലിയർ ആവുണ്ടോ? അപ്പം കറണ്ട് പാസ് ചെയ്യുമ്പം ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ കാരണം കാഥോഡിലും ആനോഡിലും ഈ ഇലക്ട്രോലൈറ്റിക് സെല്ല് ഡീകമ്പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന് ചുറ്റും അടിഞ്ഞുകൂടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ ആണല്ലോ? ഒന്ന് ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോളിസിസിന് 2 ലോസ് ഉണ്ട്. അതറിയപ്പെടുന്നത് ഫാരഡേയ്സ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്നുള്ളതാണ്. അപ്പോൾ 2 ലോസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലോസിനെ നമ്മൾ വിളിക്കുന്നത് ഫാരഡേയ്സ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ്. അപ്പോൾ എന്താണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇതാണ് ഫസ്റ്റ് ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാരഡേയ്സ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാസ് ഓഫ് അയേൺസ് ഓർ സബ്സ്റ്റൻസ്, കാണുന്നില്ലേ, ദ മാസ് ഓഫ്, ഇവിടെ നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഈ ബോക്സിലാക്കിയിട്ടുള്ളതാണ് നമ്മളോട് വായിക്കാൻ പോകുന്നത്. ദ മാസ് ഓഫ് അയോൺസ് ഓർ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫേർഡ് ടു ദ ഇലക്ട്രോഡ്. അതായത് ദ മാസ് ഓഫ് അയോൺസ് ഓർ സബ്സ്റ്റൻസസ് ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അയോൺസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസിൻ്റെ സമയത്ത് നമ്മൾ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് അവിടെ ലിബറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിൻ്റെ മാസ്, അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എന്തിന്, ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫേർഡ് ടു ദ ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോഡിലേക്ക് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ അളവിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നുള്ളത്. അതായത് നമ്മൾ കൂടുതൽ കറണ്ട് ഇലക്ട്രോളിസിസ് പ്രോസസ്സിലേക്ക് നമ്മൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അയോൺസ് എന്ത് ചെയ്യും, അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടും. അതായത് നമ്മൾ കുറച്ച് കറണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ എണ്ണവും അളവും എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്ത് അയോൺസ് ലിബറേറ്റ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ നിന്ന് അയോൺസ് ലിബറേറ്റ് ചെയ്യുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിസിറ്റി. നമ്മളവിടെ കൊടുക്കുന്ന കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് കറണ്ട് കൂടിയാൽ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ എണ്ണം കൂടും, കറണ്ട് കുറഞ്ഞാൽ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, നമ്മളതിനെ ഒരു ഇക്വേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഫാരഡേയ്സ് ഫസ്റ്റ് ലോ, ഓക്കെ, ഫാരഡേയുടെ ഫസ്റ്റ് ലോ അനുസരിച്ച് നമുക്കതിനെ ഇക്വേഷനാക്കി എങ്ങനെ മാറ്റാം. ഇവിടെ നോക്കൂ, ഇതാണ് ഇക്വേഷൻ, നമ്മൾ ബോക്സിലാക്കിയിട്ടുണ്ട്. എം പ്രൊപ്പോർഷണൽ ടു ക്യൂ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്, നമ്മൾ പറഞ്ഞ മാസ് ഓഫ് അയോൺസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് എം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാസ് ഓഫ് അയോൺസ് ലിബറേറ്റഡ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് മാസ്, അയോൺസിൻ്റെ മാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതാണ് ക്യൂ. ഓക്കെ, ക്യൂ കാണാൻ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചതാണ്. ക്യൂ ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു ടി ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയമാണോ കറണ്ട് പാസ് ചെയ്യുന്നത് ആ സമയമാണ് ടി എന്നുള്ളത്. ഓക്കെ, അപ്പം ഫാരഡേയുടെ ഫസ്റ്റ് ലോയിൽ നിന്നുള്ള നമുക്കുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, എം പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു ഈക്വൽ ടു ചിഹ്നം കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് വരും, ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റ് സെഡ് ആണ്. ഓക്കെ, സെഡ് ഈസ് ദ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എം ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂ എന്ന് വരും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ എന്നുള്ളതിന് നമ്മളിവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞു. ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണെന്ന്. അപ്പോൾ നമ്മൾ ക്യൂക്ക് പകരം ഐ ഇൻറ്റു ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടി, എം ഈക്വൽ ടു സെഡ് ഇൻറ്റു ഐ ഇൻറ്റു ടി. അതായത് എം ഈക്വൽ ടു സെഡ് ഐ ടി എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോ 2 ഇക്വേഷനാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് എം പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, എം ഈക്വൽ ടു സെഡ് ഐ ടി എന്നുള്ളതാണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റിയിട്ട് ഈക്വൽ ടു ചിഹ്നം കൊടുക്കുമ്പം അവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ആണ് എന്ത്, സെഡ്.
Z is the constant. Q എന്നുള്ളതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണെന്ത് IT. ക്ലിയർ ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലോ പറയുന്നത് അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ മാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് സെക്കൻഡ് ലോ നോക്കാം. എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. സെക്കൻഡ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇതാ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇഫ് സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റിക്സ് ദെൻ the mass of substance deposited in the electrodes are proportional to their respective equivalent weight or chemical equivalent mass. അതായത് ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇഫ് സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ എടുത്തു, എന്നിട്ട് ആ ഇലക്ട്രോലൈറ്റ്സിലൂടെയെല്ലാം നമ്മൾ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു? പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 2-3 ടൈപ്പ്, ഇപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ 3 ടൈപ്പ് ഇലക്ട്രോലൈറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് AgNO3, രണ്ടാമത് CuSO4, മൂന്നാമത്തത് AlNO2 ട്രൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 എന്ത് എടുത്തിട്ടുണ്ട്? 3 ടൈപ്പ് നമ്മൾ സൊല്യൂഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇവിടെ പറയുന്നുണ്ടോ, ഇഫ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ്. ഇത് 3ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇനി ഈ 3 നമ്മൾ ഒരേ എമൗണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. ഓക്കെ, അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ്. ഓക്കെ, ഇവിടെ ഓരോ ആനോഡിനും കാഥോഡിനും ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് പ്രൊപ്പോർഷണൽ ടു ദെയർ റെസ്പെക്റ്റീവ് ഇക്വലൻ്റ് വെയ്റ്റ്, അതായത് അതിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ 3 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എടുത്തു. ഓക്കെ, 3ലും നമ്മൾ ഒരേ അളവ് കറണ്ട് എന്ത് ചെയ്തു? കടത്തിവിട്ടു. ഓക്കെ, അപ്പോൾ 3ലും എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അവിടെ എന്ത് ചെയ്യും? അയോൺസ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അളവ് 3ലുടെയും ഒരേ കറണ്ടാണല്ലോ പിന്നെ കടന്നു പോകുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അളവ് അതിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ ആണല്ലോ? അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. 3 സൊല്യൂഷൻസ് എടുത്തു. ദെയർ സൊല്യൂഷൻസ് കണക്റ്റഡ് ഇൻ സീരീസ്, നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ അടിയിൽ പറയണല്ലോ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ 3 സെൽസ്. ഈ 3 സെൽസുടെയും നമ്മൾ ഒരേ അളവിലുള്ള കറണ്ട് പാസ് ചെയ്തു. ദെൻ ദ മാസ് ഓഫ് AgCuAl. ക്ലിയർ ആവുണ്ടോ? ഈ 3 ഇതിൻ്റെയും മാസ് ഡെപ്പോസിറ്റഡ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് വുഡ് ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വലൻ്റ് മാസ്. അതിൻ്റെ ഇക്വലൻ്റ് മാസിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നിലധികം സൊല്യൂഷൻസ് എടുത്തുകൊണ്ട് അതിലേക്ക് ഒരേ അളവിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അളവ് അതിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ പറഞ്ഞു, സെക്കൻഡ് ലോ പറഞ്ഞു. ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറയാം. ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് നമ്മൾ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിലേക്ക് നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അളവ് നമ്മൾ കടത്തിവിടുന്ന കറണ്ടിൻ്റെ അളവിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ പറയുന്നത് ഒന്നിലധികം സൊല്യൂഷനിലേക്ക് നമ്മൾ ഒരേ അളവിലുള്ള കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ അളവ് അതിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഫാരഡേയുടെ ഇലക്ട്രോലിസിസുമായി ബന്ധപ്പെട്ട 2 ലോകൾ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇലക്ട്രോലിസിസിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലിസിസിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ സുപ്പീരിയർ മെറ്റൽ ഓവർ എ ബേസ് മെറ്റൽ.
ഓക്കെ, ഒരു ബേസ് മെറ്റലിന് മുകളിൽ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇതിവിടെ 2 തവണ വന്നിട്ടുണ്ട്, ഇത് നമുക്ക് വേണ്ട കേട്ടോ, ഒരു തവണ മതി. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ സുപ്പീരിയർ മെറ്റൽ ഓവർ എ ബേസ് മെറ്റൽ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ഒരു ടൈപ്പ് തട്ടിപ്പുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ചിലപ്പോൾ പലപ്പോഴും പേപ്പറിലൊക്കെ കാണാറുണ്ട്. വല്ല അലൂമിനിയോ ചെമ്പോ ഒക്കെ എടുത്തിട്ട് അതിന് മുകളിൽ ഗോൾഡ് എന്ത് ചെയ്യും, പൂശും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ബേസ് മെറ്റൽ എന്താണ്, ചെമ്പാണ്. ആ ചെമ്പിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡിൻ്റെ കോട്ടിങ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഗോൾഡാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പറ്റിക്കും, വിൽക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ്, ബേസ് മെറ്റൽ ശരിക്കും എന്താണ്, അവിടെ ചെമ്പാണ്. ആ ചെമ്പിന് മുകളിൽ ഗോൾഡിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുക. അതായത് ഒരു ബേസ് മെറ്റലിന് മുകളിൽ അതിനേക്കാൾ വാല്യൂ ഉള്ള ഒരു സുപ്പീരിയർ മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. മെറ്റൽസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ദ ഓർസ് ആർ സബ്ജക്റ്റഡ് ടു ദ ഇലക്ട്രോളിക്സ് ടു എക്സ്ട്രാക്ട്. അതായത് ധാതുക്കൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, മെറ്റൽസ് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ധാതുക്കളെ നമ്മൾ എന്ത് ചെയ്യും, അതാണ് ഓർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇലക്ട്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെറ്റൽസ് കിട്ടും. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർസ് നമ്മൾ ഇലക്ട്രോളിസിന് വിധേയമാക്കി മെറ്റൽസ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. മെറ്റലിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇതേ പ്രോസസ്സ് ഇപ്പോഴും ചില രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഗോൾഡ് നമ്മൾ വൃത്തിയാക്കി തരാം, ക്ലീൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടീം നമ്മളെ വീട്ടിലൊക്കെ വരും. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു തരം പിന്നെ തട്ടിപ്പാണത്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോളിസിസിലൂടെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ചളിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറച്ച് പോയിട്ട് ഒന്ന് ക്ലീൻ ആവും. ഓക്കെ, മനസ്സിലാവുണ്ടോ? പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കുറച്ച് ഗോൾഡിൻ്റെ പൗഡേഴ്സും കൂടി എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഗോൾഡിൻ്റെ അളവ് ചുരുങ്ങും. മനസ്സിലാവുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അടുത്തൊരു എക്സാമ്പിളാണ്, ആപ്ലിക്കേഷനാണ് ഇലക്ട്രോ ടൈപ്പിംഗ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആപ്ലിക്കേഷനാണ് പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 5 ആപ്ലിക്കേഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രോപ്ലേറ്റിംഗ്, 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, 3 പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, 4 ഇലക്ട്രോ ടൈപ്പിംഗ്, 5 പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോളിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.